വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 3:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം. എന്താണെന്നറിയില്ല. ഞാനിപ്പം കുറേ ആയിട്ടിങ്ങനെ വൈകുന്നേരം ചായ കുടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി വെള്ളം എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. വെള്ളം മുറിയൊക്കെ നല്ല അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ കുപ്പിക്കകത്ത് വെള്ളം പിടിച്ച് ഒഴിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം മറ്റേ അരി വെച്ച കലത്തിന്ന് ഒരു പൊള്ളൽ പറ്റിയത് കേട്ടോ. ഞാൻ കല അടുത്തിരിപ്പണമെന്ന് അറിയാതെ കൈ ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്ക് തട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് കടിചായ അല്ലല്ലോ വെക്കണ്ടേ, കടിചായക്കല്ലേ വെള്ളം ആദ്യം ഒഴിക്കണേ. ഞാൻ പാലിരിപ്പുണ്ട്, അപ്പോൾ പാലായിട്ട് കുടിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് കുടിക്കാൻ തോന്നത്തില്ല. ഇവിടുത്തെ പാലിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്, അത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ കുടിച്ചിട്ട് പാലെടുത്ത് മിച്ചം വെച്ചായിരുന്നു കേട്ടോ, തിളപ്പിച്ചിട്ടേ. അതെടുത്ത് ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ കിടക്കുക. രാവിലത്തെ ഉച്ചയ്ക്കുള്ള പരിപാടിയൊന്നും കഴിഞ്ഞിട്ട് വൃത്തിയാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തെ എനിക്ക് അസ്വസ്ഥത ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയി കിടക്കും, ഫോൺ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ടോ ഇൻഡക്ഷൻ കുക്കറൊക്കെ വളരെ ബോറായിട്ടിരിക്കുക. ഉച്ചയ്ക്കുള്ള കറിയുടെ മിച്ചമൊക്കെയാണ്, അതൊന്നും തുടച്ചൊന്നുമില്ല. ഇനി എല്ലാം ചെയ്യണം. ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് നേരെ നിൽക്കാറാവത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് പ്യുവർ പാലായിട്ട് കുടിക്കാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് കുറച്ച് ചായപ്പൊടി ഇടും. വലിയ കളറൊന്നും പെട്ടെന്നൊന്നും ഇളകുമൊന്നുമില്ല ഈ ചായക്ക്. എനിക്ക് ചായ ഇച്ചിരി കടുപ്പത്തിൽ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ പക്ഷേ ഇവിടുത്തെ പൊടിയുടെയാണെന്ന് തോന്നുന്നു, അത് ആവത്തില്ല. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാരയും ഞാനിപ്പോൾ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഷുഗറൊക്കെ ഹൈ ആയി. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ശകലം ഇടാറുള്ളൂ. എന്നാലും പഞ്ചസാര മാത്രമേ എപ്പോഴും മധുരം എന്നുള്ള രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ വേറൊരു സാധനങ്ങളും ഞാനിങ്ങനെ ബേക്കറി ഐറ്റംസൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം റസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ നേരത്തെ എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമൊന്നുമല്ലായിരുന്നു റസ്ക്. കഴിക്കും, പക്ഷേ ഇഷ്ടമല്ലായിരുന്നു. എന്നാലും എനിക്ക് കഴിഞ്ഞ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം തോന്നിയിട്ട് ഞാൻ മേടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നാണ് ചായ കുടിക്കുന്നത്. ഇത് പുറം ഭാഗത്തേക്കൊക്കെ നോക്കിയിരുന്ന് ചായ കുടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ആദ്യം ഞാൻ റസ്ക് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ പോയിട്ട് എന്തെടുത്തു, ചായ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ചായ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോഴത്തേക്കും ഇവിടുത്തെ ലൈറ്റ് ഓണായിരുന്നു. അത് നിർത്തണം. അത് നിർത്തിയിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ലൈറ്റ് ഓണാണ്. അത് ചെന്ന് അത് നിർത്തി. ഞാൻ പകൽ സമയങ്ങളിൽ അങ്ങനെ പകലെന്നല്ല രാത്രിയാണേലും ഞാൻ ഒരു ബൾബൊക്കെ എടുത്തോളൂ കേട്ടോ, നമുക്ക് വേണ്ട സ്ഥലത്ത് മാത്രം. കാരണം ഇവിടെ കറണ്ട് ബില്ല് എങ്ങനെ പോകും നമുക്കറിയില്ലല്ലോ. പിന്നെ അവിടെ വന്നിരുന്നു, ചായയും വെച്ചു. പിന്നെ കർട്ടനൊന്ന് വലിച്ചിട്ടു. ഇവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് കാഴ്ച കിട്ടാൻ എനിക്ക് ഇച്ചിരി പാടാണ് കേട്ടോ. ആ ജനൽ ഇച്ചിരി പൊങ്ങിയിരിക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് നോക്കിയിട്ടുണ്ടോ ഒന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ ഇരുന്ന് നേരെ നോക്കിയിട്ടുണ്ട് അടുത്തുള്ള ഹോസ്റ്റലിൻ്റെ പുകഭാഗം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു.